കേട്ടുകേൾവി പോലുമില്ലാത്ത വോട്ടുകൊള്ളയെ ഒരുവിധം ബി.ജെ.പി. ന്യായീകരിച്ചു വരുമ്പോഴാണ് ബി ഗോപാലകൃഷ്ണന്റെ വക അടുത്ത പാര. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വ്യാജ വോട്ടുണ്ടാക്കി ചെയ്യിക്കാറുണ്ട് എന്ന ബി ഗോപാലകൃഷ്ണന്റെ തുറന്നു പറച്ചിൽ ഒരർത്ഥത്തിൽ മറ്റുള്ളവരെ വാനരന്മാരെന്ന് വിളിച്ച സുരേഷ് ഗോപിക്കുള്ള കൊട്ടാണ്. തൃശൂരിൽ നടന്ന വോട്ടുകൊള്ളയെ പരിഹസിച്ചും ഞങ്ങൾ കള്ളവോട്ട് ചേർത്തതുപോലെ നിങ്ങൾക്കും ചേർത്തുകൂടെ എന്ന് പറഞ്ഞുമൊക്കെ ഒരുവിധം ന്യായീകരിച്ചു വരുമ്പോഴാണ് ഗോപാലകൃഷ്ണനിൽ നിന്ന് ഇങ്ങനെയൊരു പണി വരുന്നത്. ഇനിയിപ്പോൾ ഇതുകൂടി ന്യായീകരിക്കേണ്ട അവസ്ഥയിലാണ് ബി.ജെ.പി. പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കുമെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലോക്സഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റാണ് എങ്കിൽ പുറത്തുനിന്ന് ആളുകളെ എത്തിച്ച് താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കാറുണ്ട്. കശ്മീരിൽ നിന്ന് പോലും ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നും ഇനിയും അത് അങ്ങനെ തന്നെ തുടരുമെന്നുകൂടി ഗോപാലകൃഷ്ണൻ തുറന്നു പറയുമ്പോൾ അതിനെ അങ്ങനെ നിഷ്കളങ്കമായി കാണാനൊക്കില്ല. ഇതോടെ തൃശൂരിൽ കള്ളവോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന് LDFും UDFും ഉന്നയിച്ച ആരോപണം പൊതുമണ്ഡലത്തിൽ വീണ്ടും സജീവമാകുകയാണ്. നിയമസഭയിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ലോക്സഭയിലേക്കാണ് തീരുമാനമെടുത്തത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമാകുമ്പോൾ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യിപ്പിക്കണമോ എന്ന് തീരുമാനിക്കൂവെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. കൊള്ളാം, എത്ര നിഷ്കളങ്കനായ നേതാവാണ് നമ്മുടെ ഗോപാൽ സാർ. അല്ല ഗോപാൽ സാറേ, ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് കള്ളവോട്ടല്ലേ? അതല്ലേ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൊള്ള എന്ന് ചോദിച്ചാൽ ഗോപാൽജി ഇങ്ങനെ മറുപടി പറയും: താത്വികമായി പറഞ്ഞാൽ മരിച്ച ആളുടെ പേരിലോ ഒരാൾ 2 വോട്ട് ചെയ്യുന്നതോ ഒക്കെയാണ് കള്ളവോട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഓരോ വിലാസത്തിൽ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാം. അതൊന്നും കള്ളവോട്ടല്ല. ജയിക്കാൻ വേണ്ടി ആരെ വേണമെങ്കിലും വോട്ടർ പട്ടികയിൽ ചേർക്കാം, വോട്ട് ചെയ്യിക്കാം. ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ആരുടെ പേരിലും വോട്ട് ചേർക്കും, ചെയ്യും, ഇനിയും ചെയ്യിക്കും. അതിന് നിങ്ങൾക്കെന്താ എന്നൊക്കെയാണ് ബി ഗോപാലകൃഷ്ണന്റെ ലൈൻ. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ UDFും LDFും പലയിടങ്ങളിലും ഒന്നിക്കാറുണ്ടല്ലോ. അതിൽ ധാർമ്മിക പ്രശ്നമില്ലെങ്കിൽ ഇതിലും പ്രശ്നമില്ല എന്നാണ് നമ്മുടെ ഗോപാലേട്ടന്റെ താത്വികമായ അവലോകനം. അപ്പോൾ ഗോപാൽജി, ഒരു സംശയം: ഇങ്ങനെ വോട്ട് ചേർക്കുന്നതിനെയല്ലേ പണ്ട് കോടതി താക്കീത് ചെയ്തത്? അതായത് ഗോപാൽജി, കുറച്ചു വർഷം മുൻപ് ഇതുപോലൊരു വോട്ട് ചേർക്കലും പേരുവെട്ടലും വെട്ടിലാക്കിയ അന്നത്തെ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞതാണ്, അങ്ങനെ പറന്നു നടക്കുന്നവരെയും വന്നു പോകുന്നവരെയുമൊന്നും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല എന്ന്. പറക്കുംതളിക സിനിമയിൽ മണവാളനെ വസ്ത്രം മാറ്റി കൊണ്ടുവരുമ്പോൾ രൂപം മാറിയ മണവാളനെ കണ്ട് ഒരു അച്ഛൻ കഥാപാത്രം പറയുന്നത്, ആരായവൻ, യവനെയൊന്നും വണ്ടിയിൽ കയറ്റാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കണ്ടവന്മാരെയൊന്നും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല എന്ന് തന്നെ കോടതി പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിക്കണം. സത്യത്തിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. തൃശൂരിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നും സുരേഷ് ഗോപിയുടെ കുടുംബമടക്കം കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് കണ്ടെത്തൽ. സംഭവം നിഷേധിക്കാനോ സമ്മതിക്കാനോ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എങ്കിലും ഏത് വിധേനയും ന്യായീകരിച്ച് തടികാക്കാൻ ബി.ജെ.പി. കിണഞ്ഞ് ശ്രമിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണന്റെ ഈ സത്യം പറച്ചിൽ. ഇനിയിപ്പോ ഇതെങ്ങാനും സുരേഷ് ഗോപിക്ക് പണി കൊടുക്കാനാണോ എന്ന് സംശയിച്ചാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്നാണ് അങ്ങയുടെ എതിരാളികൾ പറയുന്നത്. ഇനിയിപ്പോ ഗോപാലകൃഷ്ണന്റെ വാക്കുകളോട് ബി.ജെ.പി. എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത്. സുരേഷ് ഗോപി പിന്നെ പണ്ടേ മൗനവ്രതം ആരംഭിച്ചതുകൊണ്ട് വലിയ പ്രതീക്ഷ വേണ്ട. പിന്നീട് പ്രതീക്ഷയുള്ളത് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടെ എന്ന് ചോദിച്ച സുരേന്ദ്രൻജിയിലാണ്. അദ്ദേഹം ഇനി ഇക്കാര്യത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്ന് വലിയ പിടിയൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം പിന്നെ പണ്ടേ ഇതൊക്കെ സുരേഷ് ഗോപിയോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് സ്വന്തം പാർട്ടിക്കാരൻ തന്നെ പറഞ്ഞതിനെ എങ്ങനെ കാണുന്നു എന്ന് കാത്തിരുന്ന് തന്നെ അറിയണം. പിന്നെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെയൊക്കെ വാനരന്മാർ എന്ന് വിളിച്ച സുരേഷ് ഗോപി ഇനി ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണനെ എന്താണാവോ വിളിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് തന്നെ കാണണം.